നമസ്കാരം. ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ കഴിയുമോ? ഒരു വാക്കിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ തിരികെ പിടിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ ജീവിപ്പിക്കുവാനും ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുവാനും കഴിയും. ഒരു ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് ഇത്രയും വർഷത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയട്ടെ, വാക്കിനോളം മികച്ച മറ്റൊരു ന്യൂറോ സ്റ്റിമുലേറ്റർ ഇല്ല. കാരണം ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു മനുഷ്യനെ മോട്ടിവേറ്റ് ചെയ്യാനും ഒരു മനുഷ്യൻ്റെ മനസ്സിനും ശരീരത്തിനും ചേഞ്ചസ് വരുത്താനും അവന് കൊടുക്കുന്ന ഹോപ്പ്ഫുള്ളായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷ നൽകുന്ന നല്ല വാക്കുകൾക്ക് അവനിൽ ഏറ്റവും മികച്ച ഹീലിംഗ് ഉണ്ടാക്കുവാൻ കഴിയും. ഇതിനു മുമ്പ് വന്നുപോയ പല പേഷ്യൻസിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്ന ഒരു സ്ട്രോക്ക് ആയിക്കൊള്ളട്ടെ, ഒരു ആക്സിഡൻ്റ് ആയിക്കൊള്ളട്ടെ, ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിക്കൊള്ളട്ടെ, കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ മുമ്പ് ഇതേ അനുഭവത്തിലൂടെ കടന്നു പോയവർ രക്ഷപ്പെട്ടു വന്ന, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിലൂടെ അവരുടെ അനുഭവങ്ങളിലൂടെ അവർ തിരികെ ഒരു ജീവിതം പിടിച്ചെടുത്ത കഥകളെ, അനുഭവങ്ങളെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പുതിയ പേഷ്യന്റിന്റെ കണ്ണിലുണ്ടാകുന്ന ഒരു തിളക്കമുണ്ട്. അതൊരു പുതുജീവന്റെ തിളക്കമാണ്. ആ വാക്കുകളിലൂടെയാണ് പലപ്പോഴും ഓരോ പേഷ്യൻ്റെയും കൈപിടിച്ച് അവർ തകർന്നു പോയിരിക്കുന്ന അവസ്ഥയിൽ അവരുടെ ഒരു ന്യൂറോളജിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ വന്നിട്ട് അവരുടെ ജീവിതത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന സന്തോഷവും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് ബെഡിലേക്കായി പോകുന്ന ഒരു വ്യക്തികളെ കൈപിടിച്ച് ഓരോ ഫിസിയോതെറാപ്പിസ്റ്റും, ഓരോ റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റും, ഓരോ ഡോക്ടേഴ്സും, നഴ്സും, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സിസ്റ്റത്തിലെ ഓരോ സ്റ്റാഫും അവരെ കൈപിടിച്ചുയർത്തുന്നത് ഇത്തരത്തിലുള്ള പ്രതീക്ഷകളെ കൊടുത്തുകൊണ്ടാണ്, അത്തരത്തിലുള്ള ഉറപ്പുകൾ അവർക്ക് കൊടുത്തുകൊണ്ടാണ്. അതിനുവേണ്ടി നമുക്ക് കൈകോർത്ത് ശ്രമിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. പക്ഷേ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം വരുന്നത്. വാക്കുകൊണ്ട് ജീവിപ്പിക്കാൻ മാത്രമല്ല, പലർക്കും വാക്കുകൊണ്ട് ഇവരെ കൊല്ലുവാനും കഴിയും. ബൈബിളിൽ ഒരു വചനമുണ്ട്, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു എന്ന്. ജീവനെ പറഞ്ഞ് ഞങ്ങളെപ്പോലുള്ളവർ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്ന ഇതുപോലുള്ള പേഷ്യൻസിനെ കാണുവാനായിട്ട് ഒരു പറ്റം ബന്ധുക്കൾ, അല്ലെങ്കിൽ കൂട്ടുകാർ, അതും അല്ലെങ്കിൽ വഴിയെ പോകുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ അവരുടെ സഹതാപം അറിയിക്കാനായിട്ട് വരും. ഈ വരുന്ന മനുഷ്യർ പറയുന്ന നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന മറ്റുള്ള ആളുകളുടെ അനുഭവത്തിൽ ഉണ്ടാകുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കേട്ട് പലപ്പോഴും ഞങ്ങൾ കൊണ്ടുവന്ന ഈ എനർജി ലെവലിനെ, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ആ പ്രതീക്ഷയുടെ വിളക്കുകളെ പലപ്പോഴും കെടുത്തിക്കളയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് വളരെ സങ്കടമുള്ള കാര്യമാണ്. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു കിടപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണാൻ പോകുമ്പോൾ ഒരിക്കലും അവരുടെ പ്രതീക്ഷയില്ലാത്ത വാക്കുകളെ കുറിച്ച് സംസാരിക്കരുത്. അല്ലെങ്കിൽ അവരോട് പോയി നിന്ന് മറ്റൊരു സ്ഥലത്ത് വീണുപോയവനെ കുറിച്ച് സംസാരിക്കരുത്. വീണിട്ട് അവിടെ നിന്ന് എണീച്ച് നടന്നവനെ കുറിച്ച് മാത്രമേ സംസാരിക്കാവൂ. അവർക്കൊരു ബലഹീനതയുണ്ടെങ്കിൽ, അവർക്കൊരു വേദനയുണ്ടെങ്കിൽ, ആ വേദനയെക്കുറിച്ച്, അവരുടെ ബലഹീനതയെക്കുറിച്ച് സഹതപിക്കാതെ, അതിനെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് അവരെ വിഷമിപ്പിക്കാതെ, മറിച്ച് ഇതിൽ നിന്നും നമുക്ക് കടന്നു പോകാം. ഈ ഒരു കാലത്തിൽ നിന്നും, ഈ ഒരു അനുഭവത്തിൽ നിന്നും ഇതൊരു ചെറിയ ചാപ്റ്ററായിട്ട് മാത്രം എടുത്താൽ മതി. ഇതിനപ്പുറത്തേക്കും നിനക്ക് ഇനിയും വായിക്കുവാൻ, എഴുതുവാൻ ഒത്തിരി കഥകളും അനുഭവങ്ങളും ബാക്കിയുണ്ട്. നമുക്ക് അവിടേക്ക് ചുവട് വെച്ച് പോകാം എന്ന് പറഞ്ഞ് അവരെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വേണ്ടത്. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നെന്ന് വെച്ചാൽ, പലപ്പോഴും ഒത്തിരി കഷ്ടപ്പെട്ട് പല പേഷ്യൻസിനെയും റിക്കവറിയുടെ ഒരു ഹാഫ് സ്റ്റേജിൽ, അല്ലെങ്കിൽ ഒരു 70% സ്റ്റേജിൽ എത്തുന്ന പേഷ്യൻസിനെ ഇതുപോലുള്ള ഒരു ബന്ധു വിസിറ്റ് കഴിയുന്ന സമയത്ത് അവർക്കുണ്ടായിരുന്ന എനർജി മുഴുവൻ നഷ്ടപ്പെട്ട്, അവർക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ പലതും നഷ്ടപ്പെട്ട് വീണ്ടും അവർ ഒരു ഡിപ്രഷന്റെ സ്റ്റേജിലേക്ക് പോകുന്ന അനുഭവങ്ങൾ പല പേഷ്യൻസിലും, അതും ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, ഉണ്ടാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. ഒരിക്കലും നിങ്ങളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കരുത്. ഒരു രോഗിയോട് ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. മറ്റുള്ളവരുടെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ പറയരുത്. മറിച്ച് അവരുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടുള്ളതും ഏറ്റവും നന്മയുള്ളതും റിക്കവറിയെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തിനെ കുറിച്ചും നല്ല പ്രതീക്ഷകളെക്കുറിച്ച് കാണുവാനും ഒക്കെയും നല്ല ഹോപ്പിനെ കുറിച്ച് മാത്രം അവരോട്
അവരോട് സംസാരിക്കുക. അത് അവർക്കൊരു പുതിയ എനർജി നൽകുകയും അവരുടെ ശരീരത്തിനും മനസ്സിനും ഹീലിംഗിലേക്കുള്ള പാത ഏറ്റവും എളുപ്പമാക്കി തീർക്കുകയും നമ്മൾ പോലും വിചാരിക്കാത്ത മിറക്കിൾസ് അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അങ്ങനെയുള്ള ഒത്തിരി പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. സോ ദയവായി നിങ്ങളൊരു രോഗിയെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു വേദനയിരിക്കുന്ന വ്യക്തിയെ കാണാൻ പോകുമ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.